ഘോഷയാത്രയിൽ അണിനിരക്കേണ്ട ക്രമം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഘോഷയാത്ര 2 വരിയായിട്ടാണ് നീങ്ങേണ്ടത്. ദയവ് ചെയ്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള പരമാവധി സാധ്യതകൾ ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും മുന്നിലായി അനൗൺസ്മെന്റ് വാഹനം, തൊട്ടുപിറകിൽ കോളേജിലെ NCC കാഡറ്റുകൾ അണിനിരക്കുന്ന ബാൻഡ് വാദ്യം. ഈ പ്രിയപ്പെട്ടവരെ, സർ സയ്യിദ് കോളേജ് സുവർണ ജൂബിലി ബ്ലോക്കിന്റെയും കേരളത്തിന്റെ ആദരണീയനായ MP അബ്ദുൽ വഹാബ് അവർക്കും CDMAയുടെയും സർ സയ്യിദ് കുടുംബത്തിന്റെയും സ്വാഗതം. ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിശിഷ്ടാതിഥികളെയും ആനയിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്ര സാഹിബ് കോളേജിന്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുകയാണ്. എത്ര 16 എത്തൂല, ജോയിൻ ചെയ്യലാം. സാമ്പത്തികവും സാങ്കേതികവുമായ നിരവധി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് CDMA നിർമ്മാണം ചടങ്ങിലെത്തും ഘോഷയാത്രയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA അവർകളെ കോളേജിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും വിദ്യാർത്ഥികളും ഘോഷയാത്ര വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, അസോസിയേഷൻ CDMA നിർമ്മാണം പൂർത്തിയാക്കിയ സുവർണ ജൂബിലി വിദ്യാർത്ഥിയും മന്ത്രിയും
ഇത് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ. ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ MP PV അബ്ദുൽ വഹാബ് അവർകളാണ്. തങ്ങളുടെ പ്രാർത്ഥനയോടെ സർ സെയ്ദ് കോളേജ് ആരംഭിക്കുന്ന കർമ്മപദ്ധതി മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ ആരംഭിച്ച 14 ഗവേഷണ കേന്ദ്രങ്ങളും പരിശോധനകളിൽ മികച്ച റാങ്കിങ്ങോടെ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിന് ഇത് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളാണ്. റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കും വേണ്ടിയുള്ള ശീതളപാനീയം ഓഡിറ്റോറിയത്തിൽ അധ്യാപകർക്കും ബഹുജനങ്ങൾക്കുമുള്ള ശീതളപാനീയം ഓഡിറ്റോറിയത്തിനടുത്ത് ഒരുക്കിയിട്ടുണ്ട്. കേരള നിയമസഭ
ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 4 ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിന്റെ തുടക്കം ഫൈസൽ തായിനെ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണി കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം അതിന് നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യം നമ്മുടെ സർ സയ്യിദ് കോളേജ് അലൂമിനിയുടെ അംഗമാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന കർമ്മം വഹിച്ചപ്പോൾ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതുപോലെ തന്നെ വേദിയിലുള്ള കലക്ടർ മായനാജി, ചേലേരി സാഹിബ്, അള്ളാംകുളം, സഹദുള്ള, ഇവരൊക്കെ സർ സയ്യിദ് കോളേജ് അലൂമിനിയാണ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ 30 ലക്ഷത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പിന്നിലുണ്ടാവുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. താങ്ക് യു. സർ സയ്യിദ് കോളേജിനും CDMAക്കുമായി സർ സയ്യിദ് അലൂമിനി അസോസിയേഷൻ നൽകുന്ന അതിന്റെ പ്രൊമോഷന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ്. സർ സയ്യിദ് കോളേജ് MSF യൂണിറ്റിന്റെ സ്നേഹോപഹാരങ്ങൾ കൂടി ചെയ്ത എല്ലാ നേതാക്കന്മാരും ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരുടെ പേരും ആവർത്തിച്ച് പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അഭിമാന മുഹൂർത്തമാണ്. ഓരോ തരത്തിൽ ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ച എൻ്റെ മുമ്പിലും പിറകിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ സുവർണ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന വേള തീർച്ചയായും സ്വന്തം ജീവിതത്തിലെ ഒരു വലിയ അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. മൺമറിഞ്ഞു പോയ ഇതിനു വേണ്ടി പ്രവർത്തിച്ച CDMന്റെ ആവിർഭാവ കാലത്ത് ഇത്ര മനോഹരമായ ഒരു വിഷൻ കയ്യിലുണ്ടായിരുന്ന ആ മൺമറിഞ്ഞു പോയ ഇതിൻ്റെ സ്ഥാപകർക്കൊക്കെ അവരുടെയൊക്കെ നാമങ്ങൾ ഇവിടെ പറയുകയുണ്ടായി, ഡോക്യുമെൻ്ററിയിൽ കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ആവർത്തിച്ച് പോകുന്നില്ല. പക്ഷെ അവർക്കൊക്കെ മൺമറിഞ്ഞു പോയ അവർക്കൊക്കെ ധന്യമായ മുഹൂർത്തമാണ്. അത് സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന അതുപോലെയുള്ള ഇവിടെ പ്രസിഡന്റ് KVയെ കുറിച്ച് പറഞ്ഞു, അധ്യക്ഷൻ പറഞ്ഞു. KV ഒക്കെ
ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക് മഹമ്മൂദ് പറഞ്ഞതുപോലെ ഇടക്കാലത്ത് ഞാൻ മന്ത്രിസഭയിലുള്ള കാലത്തൊക്കെ ഓടി നടന്ന് പണിയെടുത്തതാണ്. പ്രസിഡന്റ് കെ വി ആയിട്ടുള്ള അടുപ്പം എപ്പോഴും അദ്ദേഹം പറയും, അധ്യക്ഷൻ എന്നെ ഞാനാക്കിയത് കെ വി ആണ് എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ആ ഫീലിംഗ് ഒക്കെ എനിക്ക് വരെ ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചും പറയാറുണ്ട്. അങ്ങനെ ഈ കോളേജിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥിക്കും ആ കോളേജിൻ്റെ സുവർണ ജൂബിലി അവസരം ഒരു വല്ലാത്ത മുഹൂർത്തം തന്നെയാണ്. ആ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ആ സിൽവർ ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി അതിൻ്റെ സിൽവർ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അത് ജീവിതത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു മുഹൂർത്തമാണ്. അങ്ങനെ ഒരു നിർവൃതിയാണ് ഇവിടെ എനിക്കുള്ളത്. ഏത് കലാലയത്തിലും പഠിച്ച ഒരു വിദ്യാർത്ഥി അപ്പം അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഗൃഹാതുരത്വം ഫീൽ ചെയ്യും. അന്നത്തെ നാളുകൾ ഓർമ്മ വരും. നമ്മുടെ ഗാനം ആലപിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ ഇരടി അതായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫീലിംഗ് തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭാവിയിലുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഫീലിംഗാണ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ, കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാരിതാർത്ഥ്യത്തോടുകൂടി കൂടുതൽ പറയാതെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതുപോലെ തന്നെ ഇത് താണ്ടിയ പ്രതിബന്ധങ്ങൾ ഇവിടെ പറയുകയുണ്ടായിരുന്നു. വഹാബ് മുൻകൈയെടുത്ത് ചെയ്ത ആധുനിക ലാബ്, ടെക്നോളജി ലാബ്, ഇനി അങ്ങോട്ട് ടെക്നോളജി യുഗം വലിയ അപ്ഗ്രേഡേഷൻ വരാൻ പോവുക. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ തന്നെ കീഴടക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ മനുഷ്യൻ ജീവനുള്ള മനുഷ്യനെ, യഥാർത്ഥ മനുഷ്യനെ കീഴടക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ ബുദ്ധികൾ ചേർന്നുണ്ടാക്കുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനാണ്. അതിനേക്കാൾ നല്ല ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള റോബോട്ടിനുണ്ടാവും. സംഭവിക്കും എന്നറിഞ്ഞുകൂടാ. അത് അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല. പക്ഷേ ടെക്നോളജി മനുഷ്യൻ്റെ നന്മക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നല്ലത് തന്നെയാണ്. ഈ ടെക്നോളജി ലാബും അതുപോലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഒക്കെ ഈ കോളേജിൻ്റെ അടുത്ത വളർച്ചയിൽ അതിൻ്റെ വലിയ നാഴികക്കല്ലായി മാറട്ടെ എന്ന ആശംസയോടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൻ്റെ ഈ കെട്ടിടം വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ തുറന്നതായി, ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.